അല്ല, അൻവർ ഇപ്പോ ഒരു CPM വിരുദ്ധനാണ്. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ കയ്യിലെ ഒരു ആയുധമാണ്. അൻവർ ചെയ്തതെല്ലാം രാഷ്ട്രീയമായി തെറ്റാണ്. അപ്പോ രാഷ്ട്രീയമായ തെറ്റുകൾ ചെയ്ത അൻവർ പല പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ഇപ്പൊ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു പൊതു ചിത്രം നോക്കിയാൽ ഇപ്പൊ ഇവിടെ UDF-ഉം ലീഗ് നേതൃത്വവും അതുപോലെ തന്നെ ഈ നിലയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശക്തികളും നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഒരു പിൻപാട്ടുകാരനായിട്ട് അകമ്പടി പോകുന്ന പ്രചാരവേലയാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആരെയും ഭയപ്പെടാൻ പോകുന്നുണ്ട്? അതൊന്നുമില്ലല്ലോ. അത് അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കട്ടെ. അതൊക്കെ UDF-ന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെയും പ്രവർത്തനത്തിന് ഗുണമുണ്ടാവുന്ന തരത്തിലാണ് അൻവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അൻവറിന്റെ പ്രവർത്തനം ഒറ്റപ്പെട്ട ഒരു പ്രവർത്തനമല്ല. അത് UDF-ന് സഹായകരമാണ്, അത് ഇടതുപക്ഷത്തിന് എതിരാണ്, അത് നമ്മുടെ നാട്ടിലെ സാമുദായിക ശക്തികളെ ശക്തിപ്പെടുത്താൻ സഹായകരമാണ്. ആ നിലയിൽ അൻവറിന്റെ താല്പര്യം വേറെയാണ്. ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പല പ്രവർത്തനം നടത്തുന്നുണ്ടോ? അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. നിലമ്പൂരില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല നിലയിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂര് കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്ക് അതിൽ ഭയമൊന്നുമില്ല. അല്ല, ഞങ്ങൾ ഭയപ്പെടേണ്ട ഒരാളല്ല അൻവർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. നിങ്ങൾ ഈ അൻവർ തന്നുണ്ട് ഞങ്ങളൊന്ന് പേടിപ്പിച്ചേക്കാം. അല്ല, നിങ്ങളെ ഉദ്ദേശം ഉണ്ടാവില്ല, എന്നാലും അതോ ഒന്ന് പേടിച്ചാൽ ആയിക്കോട്ടെ നിങ്ങൾ വിചാരിക്കും. നിങ്ങളെ ചോദ്യമൊക്കെ വളരെ വൃത്തി തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങളുടെ ഇതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും നിലമ്പൂരിൽ ഞങ്ങൾ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരുപാട് അനുഭവങ്ങളുടെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് അതിന്റെ നിലപാടുകളാണ്, അതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ്. CPIM-ന് അതിന്റെ പ്രവർത്തന രീതി, അതിന്റെ രാഷ്ട്രീയം, അതിന്റെ മുൻഗണനകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ആ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല. ഇപ്പോ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനം എല്ലാവരും നടത്തും. ഒറ്റപ്പെട്ടോ ഇങ്ങനെ തെന്നിത്തെറിഞ്ഞു പോകുന്ന അൻവർമാർ നടത്തും. പിന്നെ UDF, BJP, SDPI, വിവിധങ്ങളായ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെയുള്ള തീവ്രവർഗീയ സ്വഭാവമുള്ള പാർട്ടികളെയും UDF-നെ പോലെയുള്ള കേരളത്തിന്റെ പ്രതിലോമചേരി അവരെയും, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ദുർബലപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുണ്ട്, അവർ കൂടുതലെയും. ഇവരൊന്നും ഇപ്പൊ ഇത് നിർത്തൂല, അതൊക്കെ തുടരും. അതൊക്കെ നമ്മുടെ സമൂഹം എങ്ങനെയാണ്, ഞങ്ങൾക്ക് എതിരായിട്ട് ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ആവർത്തനം നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ആവർത്തനം നടത്തും. ഞങ്ങളുടെ പ്രചരണം നടത്തും. ഇതെല്ലാം തമ്മിലുള്ള രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളുടെ ഒരിടാണല്ലോ സാമൂഹ്യ മേഖല, സോഷ്യൽ സ്പേസ്. അവിടെ ആ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾക്കെതിരായി വ്യാപകമായി UDF, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം മതമൗലികവാദ ശക്തികൾ, അതുപോലെ തന്നെ വിവിധങ്ങളായ വർഗീയ ശക്തികൾ, BJP, ഇവർ ഒറ്റയ്ക്കും യോജിച്ചു നിരവധി തവണ ഞങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തിപ്പോരുന്നുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്, അതിനെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങള് അതിനെ അതിജീവിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ വരുന്ന ഈ പ്രചരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങള് അതിനായിട്ട് മുറിച്ചെടുക്കും. അതിനൊന്നും ഒരു വിഷമമുള്ള കാര്യം.